അഹമ്മദ് നജാദിയെ കൊല്ലും പോലെയല്ല. അഹമ്മദ് നജാദി ഇറാന്റെ പ്രസിഡന്റായിരുന്നു, ആരല്ല, ആത്മീയതാവല്ല. ഇത് പ്രശ്നം ചെറുതല്ല, ഭയങ്കര പ്രശ്നം. ഈ പ്രശ്നം മഹദിക്കല്ലാതെ തീർക്കാനും കഴിയില്ല. ഇമാം മഹദിക്കല്ലാതെ ഈ പ്രശ്നം തീർക്കാൻ കഴിയില്ല. ഷിയാക്കൾക്ക് ആത്മീയതാവുണ്ട്, അയാൾ പറഞ്ഞാണ് അവസാന വാക്ക്. ഉദാഹരണം പറയാം, കാത്തലിക്സ് ക്രിസ്ത്യാനികൾക്ക് ഒരു ആത്മീയതാവുണ്ട്, അതാരാ? പോപ്പ്. പോപ്പൊരു കാര്യം പറഞ്ഞാൽ അതാ നിയമം. അപ്പൊ പോപ്പിനൊരു ക്ഷതം പറ്റുക എന്ന് പറഞ്ഞാൽ കാത്തലിക് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവര് മരിക്കുന്നതിനേക്കാൾ അവർക്ക് വേദന പോപ്പിനൊരു ക്ഷതം പറ്റലായിരിക്കും, അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളാണെങ്കിൽ. കാരണം അതവരുടെ ആരാണ്? രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, അവരെ എന്താണ്, വത്തിക്കാൻ സിറ്റിയിലെ രാഷ്ട്രീയ നേതാവ് മാത്രമല്ല പോപ്പ്. പോപ്പ് ആരാണ്? അവരുടെ റിലീജിയസ് സ്കോളറാണ്, അവരുടെ സുപ്രീം കമാൻഡറാണ്, റിലീജിയസ് കമാൻഡറാണ്, സുപ്രീം കമാൻഡറാണ്. അങ്ങനെ സുന്നികൾക്ക് നേതാവില്ല. അങ്ങനെ സുന്നികൾക്കൊരു നേതാവില്ല. മനസ്സിലാണ്ട്? ഒരു കാലത്ത് ഖലീഫമാരുണ്ടായിരുന്നു. ഖിലാഫത്ത് 900-ന്റെ തുടക്കത്തിൽ തകർന്നു, പിന്നെ അങ്ങനെ ഇല്ല. അതിലെതിരഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയത്ത് ഷിയാക്കൾക്ക് ഏത് കാലത്തും ആരുണ്ട്, അത് പ്രശ്നമാണ്. ആത്മനേതാവിന് എന്തെങ്കിലും സംഭവിക്കാറിഞ്ഞാൽ പക അവസാനിക്കൂല, അവസാനിക്കല്ല പക, അത് പ്രശ്നമാണ്. ഈ പ്രശ്നം യുദ്ധം ചെയ്ത് ഇനിയിപ്പോൾ അമേരിക്കക്ക് ഇറാനോട് ശത്രുതയുണ്ടെങ്കിൽ, ഇസ്രായേലിനുണ്ടെങ്കിൽ, ഇത് യുദ്ധം ചെയ്ത് തീർക്കാൻ ഒരു രാജ്യത്തോട് തർക്കം പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? യുദ്ധം ചെയ്യാം, യുദ്ധം ചെയ്ത് ഒതുക്കാം. എന്നിട്ട് അവസാനം എന്ത് ചെയ്യാം? വിഷയങ്ങൾ പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കക്ഷി, ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, UN, മനസ്സിലായില്ല? ഇവിടെ യുണൈറ്റഡ് നേഷൻസ് എന്നൊരു സാധനം ഇവിടെ ഉണ്ടല്ലോ, അവർക്കിടയിൽ ആ കാര്യം പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ യുദ്ധം പിന്നെ നിർത്തിയിട്ട് പിന്നെയും മുന്നോട്ട് പോകാം. കൊല്ലങ്ങൾ എത്ര യുദ്ധം നടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ആ രാജ്യത്തിൻ്റെ പരമാധികാരിയും ആത്മീയ നേതാവിനെയും കൊന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം, അത് അവിടെ അവസാനിക്കൂല. ആ പ്രശ്നം അവസാനിക്കുന്നില്ല, ആ പ്രശ്നം അവസാനിക്കുകയില്ല, ആ പക അവസാനിക്കൂല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ അവസാനിക്കൂല. ഈ പ്രശ്നത്തിന് ഇനിയിപ്പോൾ ഈ പ്രശ്നം ഇതിന് സൗകര്യം മുഴുവനും പേർഷ്യൻ അറേബ്യൻ